എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ ദാ നമ്മളുടെ റിസ്വാൻ വന്നു കഴിഞ്ഞാൽ നിസാർക്ക് എങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ അവനെ കൊണ്ട് ചെയ്യിക്കും കേട്ടോ. അപ്പൊ ഇപ്പൊ സുൽത്താനായാലും സൽമാനായാലും ഇതുപോലെയുള്ള പണികളൊക്കെ ചെയ്യും. എങ്കിലും റിച്ചു വന്നിട്ട് ഒരു കാര്യം അതെനിക്ക് പറ്റത്തില്ല, എനിക്കത് ശരിയാവൂല എന്നൊന്നും പറയത്തില്ല കേട്ടോ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും മടി കൂടാതെ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോഴാ അതെല്ലാം കൊണ്ടുവന്ന് ഒരിടത്ത് കൂട്ടിയിടാണ്, തീയിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. ശരിക്കും നമ്മൾ മക്കളെ കൊണ്ടൊക്കെ ഇതുപോലെയുള്ള പണികളൊക്കെ എടുപ്പിക്കണം എന്നുള്ളതാണ് എന്റെ നിസാറിക്കയുടെയൊക്കെ അഭിപ്രായം കേട്ടോ. കാരണം നമ്മൾ എപ്പോഴും പുസ്തക പുഴുക്കളായിട്ടും അല്ലെങ്കിൽ ഫുൾ ടൈം കമ്പ്യൂട്ടറിൽ മാത്രമായിട്ടും ഒന്നും ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അവര് ചെയ്ത് അറിഞ്ഞ് വളർന്നു വരണം. ഇന്നലെ ചെറിയൊരു രീതിയിൽ കാറ്റ് വന്നപ്പോഴേക്കും ഇതാ നമ്മളുടെ വാഴ റുക്കൂലായി പോയി കേട്ടോ. കണ്ടോ, ചെറിയ കാറ്റടിച്ചതേ ഉള്ളൂ. അപ്പൊ പിന്നെ അതാ നിസാറിക്ക് കത്തിയൊക്കെ ആയിട്ട് വന്ന് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനിയിപ്പൊ ഇത് വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഭയങ്കര ഒരു വിഷമം തോന്നുന്ന കാര്യം അതിലിതാ ഒരു കൊല വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതിങ്ങനെ മുറിച്ചു മാറ്റുമ്പോ ഭയങ്കര ഒരു വേദന തോന്നും കേട്ടോ. കാരണം കഷ്ടമല്ലേ, നല്ല രീതിക്ക് വരേണ്ടിയിരുന്നതാണ്. അപ്പൊ കാറ്റ് കാരണം അങ്ങനെ ആയിപ്പോയതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഇനിയിപ്പൊ വെട്ടി ക്ലീൻ ചെയ്ത് എടുക്കാണ്. ഞാൻ നേരത്തെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മള് പിള്ളേരെ ഒട്ടും താരതമ്യം ചെയ്യാൻ പാടില്ല കേട്ടോ. ഇപ്പൊ മക്കളെ ആണെങ്കിലും ഇപ്പൊ 3 മക്കൾ ഇപ്പൊ എനിക്കുണ്ട്. ഞാൻ ഈ 3 മക്കളെയും സൽമാനെ താരതമ്യം ചെയ്ത് റിച്ചുവിനെ കാണാൻ പാടില്ല, അല്ലെങ്കിൽ സുൽത്താനെ കാണാൻ പാടില്ല. ഓരോരുത്തർക്ക് ഇപ്പൊ ഓരോ മക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഓരോരുത്തർക്ക് അവരുടേതായ ക്വാളിറ്റികൾ ഉണ്ടാവായിരിക്കും. അതിപ്പോ നമ്മളിപ്പോ ചിലപ്പോ നമ്മള് പലരും ഞാൻ കണ്ടിട്ടുണ്ട് അയൽപക്കത്തെ വീടുകളിലെ പിള്ളേരെയൊക്കെ ഏറ്റ് താരതമ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മക്കളെ നിങ്ങളൊന്ന് നോക്കി നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളിൽ ഓരോരുത്തർക്കും ഇപ്പൊ 5 മക്കളുണ്ടെങ്കിൽ 5 മക്കൾക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല ഗുണങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കാണാതെ പോകരുത്. അപ്പൊ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ മക്കളെ താരതമ്യം ചെയ്യരുത്. അങ്ങനെ നമ്മളുടെ റിസ്വാൻ തീ ഇടാനായിട്ട് പോവാണ്. അപ്പൊ ഈ ഉണങ്ങിയ ഓലയിലാണ് തീ കത്തിച്ചിട്ട് അവന്റെ കൊണ്ടുവന്ന് വെക്കുന്നത്. അവനാണെങ്കിൽ തീ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാം വാരി കൂട്ടി എല്ലാം ഒരിടത്ത് കൊണ്ടുവന്നിട്ടാണ് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ വെക്കണം. അപ്പൊ ഞാൻ പറയുന്നുണ്ട് മോനെ അങ്ങനെ എടുത്ത് വെക്കണ്ടെന്ന് പറയുമ്പം അവൻ പറഞ്ഞ നല്ലോണം കത്താൻ വേണ്ടി എടുത്ത് വെക്കണാണെന്ന് പറയും. വിചാരിച്ചിരിക്കുമ്പോ തന്നെ തീ അങ്ങ് കൂടി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു നിമിഷം അവനൊന്ന് പേടിച്ചു കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ ഉഷ്ണകാലത്ത് തീ ഇടുമ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ചെറിയ അശ്രദ്ധ മതി വലിയൊരു അപകടം ഉണ്ടാവാനായിട്ട്. ഇത് ഇടിച്ചക്കയല്ലേ, ഇത് ആയിട്ടല്ലേ, ചെറിയതല്ലേ. ഇവിടെ നിന്ന് കറ വരും കേട്ടോ. പല സൈസിലുണ്ട്. നമുക്ക് എനിക്ക് മുകളിലോട്ട് അത് നമുക്കിനി പറിച്ചില്ലെങ്കിൽ അത് കൊഴിഞ്ഞു വീഴും. ഞാനാണെങ്കിൽ ഇവിടെ വന്ന് പല രീതിയിൽ ഇപ്പം ചക്ക പറിച്ചുകൊണ്ട് പോയിട്ട് ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാവുമ്പോഴേക്കും നമുക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ചക്ക, വിഷാംശമില്ലാത്ത. പക്ഷെ സൂപ്പർ ടേസ്റ്റ്. ഇത് കാലം തികയാതെ ഉണ്ടായ ബേബിയാണ്, അതായത് പ്രീമെച്യൂർ ബേബി എന്ന് പറയത്തില്ലേ. കാരണം വാഴ ഒടിഞ്ഞു വീണപ്പോഴേക്ക് പിന്നെ ഇത് വെട്ടി മാറ്റുക അല്ലാതെ ഒരു നിർവാഹവും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി ഇത് കണ്ടപ്പോഴേക്ക്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഇതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. അപ്പൊ നാളെ ഞാൻ ഇത് വെച്ചിട്ട് തോരൻ തയ്യാറാക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇന്ന് നമുക്ക് ഇടിച്ചക്ക തോരൻ തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ആ ചക്ക എടുത്തിട്ട് അതിന്റെ ആ ഒരു പുറം ഉണ്ടല്ലോ, പുറം നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ശരിക്കും ഇതുപോലെ മുറ്റത്തൊക്കെ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണതാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ എന്തെന്നറിയാവോ, ഇതിന്റെ കറയൊക്കെ എല്ലായിടത്തും ആവും. അല്ലെങ്കിൽ നമ്മളൊരു പേപ്പർ വിരിച്ചിട്ട്, ഇപ്പൊ സൗകര്യമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പേപ്പർ വിരിച്ചിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഉൾവശത്ത് ഒന്നും കറയാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതാ ഇവിടെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കണത്. അപ്പൊ അതിന്റെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് അതിന്റെ ആ ഒരു സെന്ററിലെ ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ സംഭവമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അപ്പൊ ഞാൻ എടുത്ത പിച്ചാത്തി ഈ ഒരു കറയൊക്കെ പിടിക്കാൻ പാകത്തിനുള്ളതാണ് എടുത്തത് കേട്ടോ. കാരണം എന്റെ നല്ല പിച്ചാത്തി ഞാൻ എടുത്തിട്ടില്ല. എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ കറയായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കാൻ.
എടുക്കാൻ. അത് ഇതിനാണെങ്കിൽ അത്ര ഒരു മൂർച്ച ഉണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഇത്രയും പീസ് ഇത്രേ കിട്ടിയിട്ടുള്ളൂ നമുക്ക്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകി ഞാൻ എടുത്തിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ അടുപ്പ് കത്തിച്ചിട്ട് ഇപ്പൊ കുറേ നാളായി കേട്ടാ, അടുപ്പിൽ വെച്ചിട്ട് ഇന്ന് റെഡിയാക്കി എടുക്കാന്ന് കരുതി. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ജീരകവും പിന്നെ ഒരു 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി അല്ലി, കറിവേപ്പില, ഇത്രയാണ് നമുക്ക് അരപ്പിന് വേണ്ട. കൊച്ചുള്ളിയും വേണം കേട്ടോ. അപ്പം അത് നമുക്ക് ഇനിയിപ്പം ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെ എന്തായാലും അടുപ്പിലുണ്ടാക്കുന്നതല്ലേ, അപ്പൊ പിന്നെ ട്രഡീഷണൽ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാന്ന് വിചാരിച്ച്. സാധാരണ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒറ്റ കറക്കിയാൽ മതി, സംഭവം റെഡിയാവും. അപ്പൊ ഇന്നിപ്പം എനിക്ക് കുറച്ച് ടൈമും ഉണ്ട്, എങ്കിൽ ഒരു നാടൻ രീതിയിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ നാടൻ കുക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ എത്ര പേർക്ക് ഇതുപോലെ നാടൻ കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ട്? അപ്പൊ ഞാൻ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ആദ്യം അതൊന്ന് ചതച്ചരച്ചൊന്ന് മാറ്റിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് തേങ്ങ വെച്ചിട്ട് അരച്ചെടുക്കണത് കേട്ടോ. അപ്പോ ഞാനൊന്ന് കുഴവി കഴുകിയിട്ട് വന്ന് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പൊ ഈ അമ്മിക്കല്ലിലാവുമ്പോ ഇത് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ, പഴയ ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇതുപോലെയുള്ള, അതായത് അമ്മിക്കല്ലിൽ അരയ്ക്കും, ആട്ടുകല്ലിൽ ആട്ടും. ഇപ്പൊ നമ്മളുടെ തലമുറയൊക്കെ എത്തിയപ്പോഴേക്ക് എല്ലാം മെഷീനെയാണ് ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ. മിക്സി അരയ്ക്കാൻ നമ്മൾ മിക്സി ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ആട്ടാന് ഗ്രൈൻഡർ എടുക്കുന്നു, പിന്നെ കുക്ക് ചെയ്യാൻ കുക്കിംഗ് റേഞ്ച് എടുക്കുന്നു, തുണി നനയ്ക്കാൻ വേണ്ടി വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. എന്തിനെ നമ്മൾ പാത്രം കഴുകാൻ ഇപ്പോൾ ഡിഷ് വാഷർ വരെ ഉപയോഗിക്കുന്ന കാലമാണ്. ശരിക്കും പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം നിലനിർത്തിയിരുന്നത് തന്നെ അവരുടെ ഒരു ഹാർഡ് വർക്കിംഗ് ആണ്. അവർ ഏത് കാര്യവും മടി കൂടാതെ, എന്നാൽ വീട്ടിൽ ഇന്നത്തെ പോലെയുള്ള ന്യൂക്ലിയർ ഫാമിലി അല്ല, ഒരുപാട് അംഗങ്ങളുള്ള കൂട്ടുകുടുംബങ്ങളിലാണ് സ്ത്രീകള് നല്ല രീതിക്ക് അധ്വാനിച്ച് തന്നെയാണ് അന്ന് ഭക്ഷണം വിളമ്പിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് രോഗമില്ലാത്ത ആരോഗ്യവതികളായ സ്ത്രീകളാണ്. ശരിക്കും നമ്മൾ അവരെയൊക്കെ കണ്ടു വേണം ഓരോ കാര്യങ്ങൾ പഠിക്കാനായിട്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ വന്ന് ഉപ്പിട്ട് കൊടുക്കാൻ, ഉപ്പിട്ടിട്ടില്ലായിരുന്നല്ലോ നമ്മൾ ഇതിലേക്ക്. എന്നിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് ഇനിയിപ്പോ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ഒരു സമയത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അത് അവിടെ ഒന്ന് വേകുന്ന നേരമാണ് ഞാൻ ഇപ്പൊ അരച്ചോണ്ടിരുന്നത് കേട്ടാ. അപ്പൊ ഇതൊന്ന് ഇളക്കി ഇട്ടിട്ട് വീണ്ടും ഞാൻ അരയ്ക്കാനായിട്ട് വന്നു. അപ്പൊ തേങ്ങയും ആ കൂട്ടെല്ലാം കൂട്ടിയിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇപ്പോഴത്തെ മക്കളെ ആണെങ്കിലും നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ നമ്മൾക്ക് സ്വയമേ തോന്നേണ്ട കാര്യങ്ങളാണ്, ആരും അടിച്ചേൽപ്പിക്കേണ്ടതോ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ എന്നാ കഴിയുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ തുണി നനയ്ക്കണതൊക്കെ ആണെങ്കിലും ഞാനിവിടെ വീട് വെച്ചപ്പോ തന്നെ നിസാറിക്കടുത്ത് പറഞ്ഞ് ടെറസിലും താഴെയും കല്ല് വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ എന്നാൽ കഴിയണ രീതിയിൽ ഞാൻ തുണി നനയ്ക്കുന്നത്, എന്റെ തുണികളൊക്കെ നനയ്ക്കണ ഞാൻ കല്ലിൽ തന്നെയാണ്. അപ്പൊ നമ്മളുടെ ചക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത് അറിയോ, കുറച്ച് ഇതിൽ നിന്ന് എടുത്തിട്ട് ഇനിയിപ്പം ഇടിച്ചെടുക്കാൻ പോവാണേ. അപ്പം ഇത് ഇടിച്ചെടുക്കുന്നതിനനുസരിച്ച് ബാക്കി ഇതിൽ നിന്ന് എടുക്കാം. അപ്പൊ അതവിടെ ഇരുന്ന് ബാക്കി ഇവിടെ ഇരുന്ന് വെന്തോളൂ. ഇതിപ്പോ വെന്തിട്ടുണ്ട്. പിന്നെ ഈ ചക്ക നമ്മൾ ഓവറായിട്ട് കുക്കാവാൻ പാടില്ല കേട്ടോ, എങ്കിലും എന്താന്ന് വെച്ചാൽ വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പൊ ഇത് ഇങ്ങനെ തുറാന്ന് ഇരിക്കണം സംഭവം. അപ്പൊ ഞാൻ സൗകര്യത്തിന് വേണ്ടി എൻ്റെ ഈ ഇടിക്കല്ലിൽ വെച്ചിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. ശരിക്കും ഒരു ഇറച്ചി ചിക്കൻ്റെ തോരനൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് വരുന്നത് കേട്ടോ. ഇപ്പൊ തന്നെ നോക്കിക്കേ, ഒരു ചിക്കൻ നമ്മൾ ഷ്രെഡ് ചെയ്തിട്ട് ആ ഒരു ഇതുപോലെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നില്ലേ. അപ്പൊ നമ്മളിതുപോലെ ഈ ഇടിച്ചക്കൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പികൾ ഇത് വെച്ചിട്ട് തയ്യാറാക്കാം. എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ അതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ വരുന്ന ഏതെങ്കിലും എപ്പിസോഡിൽ ഞാൻ അതൊക്കെ ഉണ്ടാക്കുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ ചതച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കിയൂടെ ഞാൻ എടുക്കാൻ 2-3 ബാച്ചായിട്ട് ഞാൻ ഇട്ടിട്ടാണ് ചതച്ചെടുത്തത്. അപ്പൊ ഇനിയിപ്പോ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട്, ഓയിൽ ചൂടാവുമ്പോഴേക്ക് കടുകും ഉലുവയും കൂടി ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ വീതം സാമ്പാർ പരിപ്പും ഉഴുന്നുപരിപ്പും പിന്നെ വറ്റൽ മുളകും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണ പാട് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാം എളുപ്പമാണ്, ടപ്പേ നമുക്ക് ജോലികളെല്ലാം ഒതുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം.
അപ്പം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഒരുപാട് നേരമൊന്നും വേകണ്ട, ജസ്റ്റ് ഇതൊന്ന് ഇളക്കി ഒന്ന് ഇതാ ഒരു ആവി വന്നാൽ മാത്രം മതി. ഇതാ കണ്ട, ഇതിപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ഹെൽത്തി ഫുഡ് തന്നെയാണിത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാനൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 പട്ട, ഗ്രാമ്പു, ഏലക്കായ, 1/4 ടീസ്പൂണ് ഉലുവ, പിന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരുമിച്ച് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതാ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കേട്ടോ. അപ്പോൾ അതാ ഇത് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവാള നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കാനുള്ളത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തതെന്ന് വെച്ചാൽ, ഇവിടെ മോളാണെങ്കിൽ എൻ്റെ ഇത് കണ്ടിട്ട് അവൾക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അവളും തുണി ഇതുപോലെ കല്ലിലൊക്കെ കൊണ്ടിട്ട് നനയ്ക്കാറാണ് ചെയ്യുന്നത്. അപ്പം മക്കളെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മാത്രമേ അവർക്കും ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മളുടെ ആരോഗ്യമാണല്ലോ പ്രധാനം എന്ന് പറയുന്നത്. ഉള്ളി വഴണ്ടി വന്ന ശേഷം 1.5 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, ഓരോ ടീസ്പൂൺ വീതം കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പൊ ആ പൊടികളുടെയൊക്കെ പച്ച മണവും പച്ച ചൊവയൊക്കെ മാറത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം നല്ല പഴുത്ത കളറുള്ള 3 തക്കാളി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തത്. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെയൊക്കെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. പിന്നെ ഞാൻ ഇവിടെ 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കുറേശ്ശെയായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിച്ചു കൊടുക്കണം എന്തെന്ന് വെച്ചാൽ, ഈ ഉള്ളി നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടാനാണ്, പെട്ടെന്ന് റെഡി ആയി കിട്ടുക. അപ്പൊ തക്കാളിയും ഇതോടൊപ്പം തന്നെ ഒന്ന് ഉടഞ്ഞു വരും. അപ്പൊ ഞാൻ ഇത് പെട്ടെന്ന് റെഡിയാവാം. ഒന്ന് മൂടി വെച്ചു കൊടുക്കാന്. ഇനി ഒരു 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റുമ്പോഴേക്ക് ഇതാ കണ്ടോ, ആ വെള്ളമൊക്കെ തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചത്, എങ്കിലും അതൊന്ന് തിള വന്ന് ഇതുപോലെ ഒന്ന് അടി ചേർത്ത് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ഇതുപോലെ കൊടുത്ത ശേഷം അപ്പൊ ആ വെള്ളം എല്ലാം വറ്റിയത് കണ്ടോ. അപ്പൊ ബാക്കിയിരിക്കുന്ന ആ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്. ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചു കൊടുക്കാണ്. വീണ്ടും ഒരു 2 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി നല്ലതുപോലെ ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടയത്തൊക്കെ ആ ഒരു പരുവായെന്ന് മനസ്സിലാവുമ്പോഴേക്കും ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഉണ്ടല്ലോ, കൂന്തൽ, അതിട്ട് കൊടുക്കാണ്. അപ്പൊ ഇതിപ്പോ ഏകദേശം ഒരു 1/4 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ. അപ്പൊ ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും അധികം ഉള്ളത് കൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ചേർത്തത്. അപ്പൊ ഇനിയിപ്പൊ നമുക്ക് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇട്ട് കൊടുത്ത ശേഷം മൂടി വെച്ചിട്ട് വേണം നമുക്കിനി ഇത് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പൊ കണവ ആയതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. അപ്പൊ ഞാനൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടപ്പ് മാറ്റിയിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ഞാൻ ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ കണവ ആയതുകൊണ്ട് ഓവറായിട്ട് കുക്കായി കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആവും. അപ്പൊ അതുകൊണ്ട് ഇത് ഓവറായിട്ട് കുക്കാക്കി എടുക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതാ കറക്റ്റ് പരുവാണ്, അടിപൊളി മണം വരുവാണ്. അപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ട, ചോറ്, നെയ്ച്ചോറ് എന്തിന്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി കണവ റോസ്റ്റ് തന്നെയാണ്. അപ്പൊ ട്രൈ ചെയ്യാത്ത നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.